ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, എന്താ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുക്കിംഗ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നല്ല ചൂടിടിയപ്പോൾ മുട്ടക്കറിയുമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ മാറ്റി വെച്ചു. ഇന്നത്തെ താരം നമ്മുടെ ഉച്ചക്കത്തെ കറികളാണ്. സിമ്പിളായിട്ടുള്ള ഒരു കറികളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇത്തിരി വെള്ളരിക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളരി നുറുക്കിയതും കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒരു പച്ചമുളക് കീറിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്കറിൽ വിസിലടിപ്പിക്കാനായിട്ട് വെച്ചു. ഒരു 2 വിസിൽ കൊണ്ട് അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരമുറി നാളികേരം ചിരുകിയതും 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചതും, പിന്നെ 2 അല്ലി ചെറിയുള്ളി അതും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ആ അരപ്പ് നമ്മുടെ വെന്ത വെള്ളരി കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ. അയ്യോ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളരി വേവിക്കുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമാങ്ങയും കൂടി അരിഞ്ഞതും കൂടി ചേർത്തിട്ടാണ് വേവിച്ചത് കേട്ടോ. പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ പച്ചമാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റാണ് നമ്മുടെ ഉണക്കച്ചെമ്മീൻ കേട്ടോ. അപ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്ത് പൊടിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കറി ഇറക്കി വയ്ക്കാം. ഇനി അതിലേക്ക് വറവിടുന്ന പ്രോസസ്സും കൂടി ഉള്ളൂ. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് റീനേച്ചിയാണ് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന കറിയായിരുന്നു ഇത്. ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കിയതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ വെണ്ടക്ക ഉപ്പേരിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലൊരു വെണ്ടക്ക ഉപ്പേരിയാണ് കേട്ടോ. വെണ്ടക്ക പൊതുവേ താല്പര്യമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച മുളക്, ഇടിച്ച മുളക് തന്നെ ചേർത്ത് കൊടുക്കണം. അതാണ് ഈ ഉപ്പേരിയുടെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതും ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞ വെണ്ടക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ നമ്മുടെ വെണ്ടക്ക ഉപ്പേരി റെഡിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതും റെഡിയാക്കി ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഏട്ടനുള്ളത് വിളമ്പി വയ്ക്കുന്നുണ്ട്. ഏട്ടൻ ഇന്ന് ചോറിന് കറികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഓഫീസിലേക്ക്. എല്ലാ ദിവസവും പൊതുവെ ആൾ കറികളൊന്നും കൊണ്ടുപോകാറില്ല. ഓഫീസിൽ തന്നെ ചോറും കറികളൊക്കെ കിട്ടും. പക്ഷേ ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം എന്തെങ്കിലും കറികളൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടാറുമുണ്ട്. സത്യം പറഞ്ഞാൽ ഡെയിലി ഇത്രയും കറികളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അത് മതിയാവും ചോറിന്. ഷാനൂട്ടിനൊരു മുട്ടയും വറുത്ത് കൊടുത്താൽ അവൻ ഹാപ്പിയാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് വെള്ളരിക്കറിയും വെണ്ടക്കുപ്പേരി മാത്രം മതിയെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഉണക്കച്ചെമ്മീനും കൂടി കുറച്ച് വറുത്തേക്കാന്ന്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ വറുക്കുന്നത്. അപ്പോൾ അതും കൂടെ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഉപ്പ് തിരുമ്മിയ ഉണക്കച്ചെമ്മീൻ നമ്മൾ വെളിച്ചെണ്ണയിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയുള്ളി ചതച്ചതും കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ ചതച്ച മുളകും കൂടി ചേർത്ത് മൂപ്പിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ. അങ്ങനെ കറികളൊക്കെ റെഡിയായി. ഏട്ടന് കൊണ്ടുപോകാനുള്ളത് പാത്രത്തിലേക്ക് ആക്കി. ഏട്ടൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മണി 9 മണിയാവാനായിട്ടോ. ഷാനൂട്ടൻ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഷാനൂട്ടൻ ഇപ്പോൾ എഴുന്നേൽക്കാനായിട്ട് 9:30 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ. മറ്റേത് ഏട്ടൻ പോകുന്നതിന് മുന്നേ ആൾ ചാടി എഴുന്നേറ്റിട്ടുണ്ടാവും. പക്ഷേ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. കറികളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബായ്.